ഇന്ന് നമ്മൾ 1% പോലും കെമിക്കൽ ചേർക്കാത്ത 100% നാച്ചുറൽ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ഡൈയിലേക്ക് ആദ്യം നമ്മൾ എടുക്കുന്നത് വെറ്റിലയാണ്. വെറ്റിലയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇന്ന് നമ്മൾ ഇത് വെച്ചിട്ട് ഡൈ ആണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മുടെ തലയിലുള്ള വെളുത്ത മുടികൾ കറുപ്പിക്കാൻ മാത്രമല്ല, താരൻ്റെ ശല്യം ഒഴിവാക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഇടതൂർന്ന് വളരാനുമൊക്കെ വെറ്റില സഹായിക്കും. ഈ ഒരു വീഡിയോയിൽ ഡൈയോടൊപ്പം തന്നെ നമുക്ക് താരൻ്റെ ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സെറം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കൂ. ആദ്യം തന്നെ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് 2-3 വെറ്റില ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്കയുടെ ഇലയാണ് കേട്ടോ. പനിക്കൂർക്കയുടെ ഇലയും നമ്മുടെ മുടി കറുപ്പിക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡൈ ഒക്കെ അപ്ലൈ ചെയ്യുമ്പം നീർവീഴ്ച ഉണ്ടാകാതിരിക്കാനായിട്ട് ഇതുപോലെ കുറച്ച് പനിക്കൂർക്കയുടെ ഇല കൂടി ചേർക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചിട്ട് ഡൈ തയ്യാറാക്കുന്നൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പം ഞാനൊരു 7-8 പനിക്കൂർക്കയുടെ ഇല കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കഞ്ഞവെള്ളമാണ് കേട്ടോ. ഇത് നല്ല പോലെ പുളിച്ച കഞ്ഞവെള്ളമാണ്. ഒരു ദിവസം മുമ്പേ നമ്മൾ എടുത്തു വെച്ച കഞ്ഞോളം കൂടെ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. തലേന്നത്തെ കഞ്ഞവെള്ളം നമ്മൾ എടുത്തു വെച്ച് നല്ലതുപോലെ പുളിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തല കഴുകുകയാണെങ്കിൽ മുടിയുടെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ നല്ലതുപോലെ അരച്ച് കൊണ്ടുവന്ന പനിക്കൂർക്കയുടെയും വെറ്റിലയുടെയും ഇല ഒന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു നീര് ഉപയോഗിച്ചിട്ടാണ് ഹെയർ ഡൈ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ നമ്മൾ ഡൈ തയ്യാറാക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു ആണിയോ സ്ലൈഡോ ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എപ്പോഴും നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വേണം കേട്ടോ ഹെയർ ഓയിൽ ആയാലും ഡൈ ആയാലും തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുക്കുന്നത് ഹെന്ന പൗഡറാണ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന ഈ ഹെന്ന പൗഡറിൽ ചെമ്പരത്തിപ്പൂവും മൈലാഞ്ചി ഇലയും അതുപോലെ തന്നെ ഉലുവയും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് മുടിയുടെ ലെന്ത് അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ എടുക്കുന്നത്. ഈ ഒരു ഹെയർ ഡൈ ഞാൻ തയ്യാറാക്കുന്നത് ഹസ്ബൻഡിൻ്റെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് കേട്ടോ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഡൈയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു നീരൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട്. ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഡൈ തയ്യാറാക്കിയെടുക്കാനായിട്ട്. നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒലിച്ചിറങ്ങരുത്. ആ ഒരു രീതിയിൽ ഇതേ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഹെയർ ഡൈയുടെ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് ഹെന്ന പൗഡറാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ഡേറ്റ് കഴിയാത്തത് വേണം നോക്കി ഉപയോഗിക്കാൻ. ഒരു പ്രാവശ്യം നമ്മൾ ഓപ്പൺ ചെയ്താൽ അതിനുള്ളിലേക്ക് എയർ കടക്കാത്ത രീതിയിൽ നല്ലതുപോലെ ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് സൂക്ഷിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ ഉപയോഗിക്കുമ്പം ആ ഒരു എഫക്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കിത് അടച്ച് ഒരു രാത്രി മൊത്തം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത വെറ്റിലയുടെയും പനിക്കൂർക്കയുടെയും നീരിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡൈല്യൂട്ട് ആക്കിയിട്ട് മോളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവളുടെ തലയിൽ ചെറുതായിട്ട് താരൻ്റെ ശല്യമുണ്ട്. അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഞാൻ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്ത് മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ. ആഴ്ചയിൽ ഒരു 2 വട്ടം ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ താരൻ്റെ ശല്യം പെട്ടെന്ന് മാറിക്കിട്ടും. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ സിറമാണ് കേട്ടോ. താരനും അതുപോലെ താരൻ മൂലമുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും കേട്ടോ. ഒരു 2-3 പ്രാവശ്യം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് നമ്മുടെ ഹെയർ ഡൈ ആണ് കേട്ടോ നല്ലതുപോലെ കളറൊക്കെ ചേഞ്ചായി ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ഒരു ഹെയർ ഡൈ തയ്യാറാക്കിയ സമയത്ത് നല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലായിരുന്നു. ഇപ്പം കുറച്ചും കൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡൈ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും എണ്ണമയം ഉണ്ടാവാൻ പാടില്ല. നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാവൂ. കെമിക്കൽ ചേർക്കാത്ത നാച്ചുറൽ ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ കെമിക്കൽ ഡൈ അപ്ലൈ ചെയ്യുന്നൊരു റിസൾട്ട് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ നമ്മുടെ വെളുത്ത മുടികളൊക്കെ കറുത്ത് കിട്ടത്തുള്ളൂ. ആദ്യം നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുടി കറുത്ത് തുടങ്ങുന്ന സമയത്ത് മാസത്തിൽ 1 രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് ചെയ്യരുത്. പണ്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന താളി ഉണ്ടല്ലോ, ചെമ്പരത്തിയുടെയൊക്കെ താളി ഉപയോഗിച്ച് വേണം നമ്മൾ മുടി കഴുകിയെടുക്കാനായിട്ട്. 100% നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലുണ്ടാവില്ല. കെമിക്കൽ ഡൈ ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് നമ്മുടെ മുടി ഡ്രൈ ആവുക എന്നുള്ളത്. പക്ഷേ ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നമേ ഇല്ല, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം നമ്മൾ ഡൈ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് താളി ഉപയോഗിച്ചിട്ട് ഹെയർ ഒന്ന് വാഷ് ചെയ്ത റിസൾട്ട് കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഇതേ നോക്കിയാൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ കറുത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു തിളക്കം ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ കെമിക്കൽ ചേർത്തുള്ള ഡൈ ഉപയോഗിക്കുമ്പം ഇത്രയും തിളക്കം ഉണ്ടാകാറില്ല. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.